മീൻ പിടിക്കാൻ കുറേ മാട്ട് പോയിട്ട് ചൂണ്ടിട്ടിട്ട് ഇന്നത് തീർക്കാൻ പോകുന്നു. അങ്ങനെ ചെമ്മീൻ വാങ്ങിയിട്ട് ഞാൻ എന്തോ പോക്കല്ലേ മാട്ടിലേക്ക്. ചെമ്മീനെത്തിയാടെ പൈസ 150 റുപ്യൊക്കെ ആക്കിയോന്. ഇത് 100 റുപ്യക്ക് ചെമ്മീനും വാങ്ങിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഫുള്ള് നഷ്ടമായിരിക്കും മിക്കവാറും. അങ്ങനെ നമ്മൾ അവസാനം മാട്ട് കത്തിയല്ല എന്തോ. എന്നാ വെള്ളത്തിന്റെ അവസ്ഥ എന്നാടാ? കാറ്റുണ്ട് പക്ഷേ വെള്ളം നൈസ് വന്നു. ഇന്നത്തെ നമ്മളെ ബൈറ്റ് നല്ല ചീന ചെമ്മീൻ ഫ്രം ചെറുകുന്ന് മാർക്കറ്റ് അല്ലേ? എത്ര ദിവസത്തെ പഴക്കുണ്ടാവും? പക്ഷെ ഈ പഴക്കം കൂടുമ്പോ മീൻ ഇത് വേഗം പിടിക്കുക അല്ല എന്തോ? എത്ര കിലോ പിടിക്കുന്നീന്ന് ഒന്നും പറയുന്നില്ല. മീൻ പിടിക്കാൻ വരുന്നാ? കുഞ്ഞു മീനെ കിട്ടി. ഓ ഇത് സ്നാപ്പറാണാ? ഇത് ആഫ്രിക്കൻ സ്നാപ്പറാ. കാറ്റഗറീസ് ആണ് നമ്മളെ മെയിൻ പോളിസി. കല്ലിളക്കല്ല വളത്തിളക്ക് കൊടുത്തേ. ഓ ചാടേ നന്ദു അടുത്ത പിടിച്ചേ. നന്ദു അടുത്ത ക്യാച്ചർ നന്ദു. ഈ ചമ്പലിനെ പിടിക്കുന്ന ശരിയായ ചെമ്പല് ഇത്ര ആയിരം പൊരിക്ക. ഇനിയും വിടലായി. ലാസ്റ്റ് ഇതാ നമ്മളെല്ലാത്തിനും രക്ഷപ്പെടുത്തും. ഇത് നമ്മുടെ എന്റർടൈൻമെന്റ് പിടിക്കുന്ന പക്ഷെ ഇതിന്റെ അണ്ണാക്കി എത്തിപ്പോടാ നന്ദോ. ചെറുതിനെ പിടിക്കാണ്ട് കുഞ്ഞു പിള്ളേരെ പോലെ മുണുങ്ങി മീനെ പിടിച്ചളിക്കുന്നു. വലുതിനെ വേണ്ട. അടാ ഇതെന്താ കേട്ടാ മീനുണ്ട്. ഇത് മറ്റേത് കൈക്ക് വെച്ച് ഇതൊരു കൈന് എത്ര മീനാണ്. ഇത് കറിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഇത് മീൻ ആക്ടിവിറ്റി ഉണ്ട്. എഡിറ്റ് ചെയ്യില്ല. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യണ്ട. അങ്ങനെ തന്നെ ഇട്ടേ. എന്തിനാ എഡിറ്റ് ചെയ്യുന്നത്? കൊടുത്തു മീൻ കൊടുത്തു. പിന്നെ ഫിഷ് കോട്ടേഡ് നച്ചറൽ. ഇത് കച്ചായി സീനാട്ടോ. ഓ നന്ദു മറ്റേ പണ്ട് എയിമിന്റെ തീപ്പെട്ടിയിലല്ലേ മീനാ? മീനെ കാണിച്ച ചാന തന്നെ ആകെ ഞമ്മണ്ടണിക്കയില്ല. പക്ഷെ അത്രേ ഉള്ളൂ. കാണാൻ നല്ല വൃത്തിയുണ്ട്. നമ്മ ഇങ്ങനെ റിലീസ് ചെയ്യും കേട്ടോ. റിലീസ് നമ്മളെ മെയിൻ പോളിസി. അതെ ഈ മീൻ എവിടെ കണ്ടേ? അതിലല്ലേ നീ കണ്ട? നീ തീപ്പെട്ടി കണ്ടില്ലല്ലോ. ദുബായ് തീപ്പെട്ടി ഇല്ല പോലും. ദുബായ് തീപ്പെട്ടിയിലില്ല. അതില് പോലെ ഒട്ടകത്തിരിക്കും. ഇതുവരെ കിട്ടിയ വലുതിനെ കിട്ടിയല്ലേ? നമ്മൾ ഇങ്ങനെ റിലീസ് ചെയ്യും. നമ്മൾ ക്യാച്ച് റിലീസ് നമ്മുടെ മെയിൻ പോളിസി. പാക്കറ്റിലേക്ക് പടക്കണ്ട കേട്ടോ. ഫ്രഷ് ആട്ടാ. കഴിച്ചോ എന്ന് നോക്കി. എടാ ഇത് സാധനം കിട്ടി. പ്രതീക്ഷ സൈസില്ലെങ്കിലും സാധനം ഉണ്ട്. പക്ഷെ നമുക്ക് അന്ന് 2.5 കിലോ കിട്ടാ. ഇത് ചെറുതാണ്, ഒരു ഇടത്തരാണ്. നമുക്ക് അന്ന് കിട്ടിയ ഇതിന്റെ ഇരട്ടി. ഈ പ്രതീക്ഷിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. പൈസോട്ടാ കിട്ടിയ 100 രൂപയ്ക്ക് ചെമ്മീൻ വാങ്ങിയ മുതലാണ്. പക്ഷെ ഇതാ ഇവന്റെ കളർ കണ്ട. ഇതാ ഒന്ന് ഉമ്മക്കട്ടെ. ഉമ്മച്ചോ അടിക്കുവാ? ഇല്ല. അധികാരം പറയാ. ഇത് പൈസോട്ടനില്ല. സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ മീനെ പിടിച്ചത് തീർന്ന് കണ്ണ് നോക്കിയാ
പിന്നെ നോക്കിയാ ഏതാടാ ഒന്ന് കടിച്ചു നോക്കിയാലോ വേണ്ടല്ലേ കടിച്ചു നോക്കാലും ഉപ്പ് ഞാൻ നേരത്തെ ഒന്ന് നക്കി നോക്കിയാ കടയിലടിച്ചോളൂ ഇതാ സഞ്ചിയിലേക്ക് ആ ഇട്ടെ നമ്മള് സഞ്ചി കൊണ്ടുവരുന്ന ഉപ്പ് മീനെ കിട്ടും സഞ്ചി കൊണ്ടുവന്ന ഒരു തേങ്ങയും കിട്ടില്ല ചെമ്മീനിലും ചക്ക മീൻ പിടിച്ച് അങ്ങനെ നോക്കിയാൽ 50 റുപ്യക്ക് ലാഭം കേട്ടോ 50 റുപ്യക്ക് ചെമ്പല് തന്നെ ചെമ്പലിക്ക് 600 റുപ്യാണ് ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് തുറന്നേ ഇന്ന് പെരുന്നാളായിട്ട് കൂടിയിട്ടുണ്ടാവും എങ്ങനെയും കൂടിയിട്ടുണ്ടാവും 50 റുപ്യന്റെ 50 റുപ്യനെ കിട്ടിയതാ എങ്ങനെ നോക്കിയാലും 50 റുപ്യ കൂട്ടി അങ്ങ് ഇന്നത്തെ ഫിഷിംഗെല്ലാം കഴിഞ്ഞ് നമ്മള് ബീച്ച് കാണാൻ വേണ്ടി പോകുന്നത് ബൈജോട്ടാ എത്ര കിലോ ഉണ്ടാവും ഒരു 2 കിലോ രണ്ടടുപ്പിച്ചുണ്ടാവുന്ന ബൈജോട്ടന്റെ നിഗമനം എന്തോ അപ്പം ഇനിയും കുറെ വീഡിയോസ് വരും മഴക്കാലാണ് പണിയൊന്നുമില്ലാത്ത കാലാണ് അപ്പം ഫിഷിങ്ങിലേക്ക് നമ്മള് എന്താ പറയാ തിരിയുന്നത് അപ്പം സൈനിങ് ഓഫ് ഓക്കെ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം വേണ്ടല്ലേ വേണ്ട